തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. 83 പേർ ചികിത്സ തേടി. പെൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. ആർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് അമൽ തേനമ്പ്രമ്പിൽ നൽകുന്ന വിവരം. അമൽ, എങ്ങനെ ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ്? രതീഷ, കഴിഞ്ഞ 3 ദിവസങ്ങളിലായാണ് ഈ 83 വിദ്യാർത്ഥികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സ തേടിയത്. ആർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ ദിവസം വളരെ കുറച്ച് പേർ മാത്രമാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. പിന്നീടുള്ള ദിവസങ്ങളിൽ 83 പേരാണ്. ഇത്രയും അധികം ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ഇത് ഇത്ര വലിയ വാർത്തയാകാനും അവിടെ നിന്ന് ഈ വിവരം പുറത്തേക്ക് വരാനുമുള്ള കാരണം. അവരിപ്പോൾ ചികിത്സയിൽ തുടരുന്നുണ്ടെങ്കിൽ കൂടി വളരെ കുറച്ച് പേർ മാത്രമാണ് ചികിത്സയിലുള്ളത്. ബാക്കിയുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് മടങ്ങി ഹോസ്റ്റലിലേക്ക് തന്നെ പോകാനായിട്ടുണ്ട്. പുറത്തുനിന്നും കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഈ വിദ്യാർത്ഥികളുടെ പ്രതികരണം അല്പസമയങ്ങൾക്കകം തന്നെ ലഭ്യമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അവിടെ ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. ഈ ഹോസ്റ്റലിനകത്തെ ഭക്ഷണം മൂലം എന്തെങ്കിലും പ്രശ്നമുണ്ടായതാണോ എന്നുള്ള കാര്യത്തിലാണ് ഒരു പരിശോധന നടക്കുന്നത്. പക്ഷേ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അവിടെ നിന്ന് ഇവർ പുറത്തുനിന്നും വാങ്ങിയ ബട്ടർ ചിക്കനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമൂലമാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് കണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഗുരുതരമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ നിലവിൽ ചികിത്സ തേടിയിട്ടുള്ള ആളുകളും അധികം വൈകാതെ തന്നെ ചികിത്സ അവസാനിപ്പിച്ച് മടങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.